തൃശൂരിലെ സിപിഐയുടെ തോൽവിയിൽ പാർട്ടി ഇരുട്ടിൽ തപ്പുന്നുവെന്ന് ജില്ലാ കമ്മിറ്റികളുടെ വിമർശനം. കള്ളവോട്ട് ചോർത്തുന്നുവെന്ന് പറയുന്നത് മുട്ടുന്യായമാണ്. സിപിഐയുടെ ഈറ്റിലുമായ അന്തിക്കാടും സ്ഥാനാർത്ഥിയുടെ സ്വന്തം ബൂത്തിലും പാർട്ടി പിന്നോട്ട് പോയി. ബിജെപിയെ പ്രതിരോധിക്കുവാൻ പാർട്ടിക്ക് സാധിച്ചില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി. ശ്യാം, വോട്ട് ചോർച്ചയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി വളരെ കാര്യമായിട്ട് ഇപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ പാർട്ടിയിൽ തന്നെ അതൊരു മുട്ടുന്യായമെന്ന വിമർശനം ഉയരുകയാണ്. ദിവിഷ തീർച്ചയായിട്ടും, അതായത് രാഷ്ട്രീയ റിപ്പോർട്ടിന് പിന്നാലെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച ആ പ്രവർത്തന റിപ്പോർട്ടുമായുള്ള ചർച്ചയിലാണ് ഈ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിനിധികൾ ഉന്നയിച്ചത്. അതിലാണ് പാർട്ടി തൃശ്ശൂരിലെ തോൽവി സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ തൃശ്ശൂരിലെ തോൽവി സംബന്ധിച്ച് പാർട്ടി ഇതിൽ തപ്പുന്നുവെന്ന വിമർശനമാണ് ഉയരുന്നത്. കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നത് മുട്ടുന്യായം എന്നാണ് പ്രവർത്തകർ പങ്കുവെക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി ഈ കള്ളവോട്ട് വിഷയം പങ്കുവച്ചതിന് പിന്നാലെയാണ് ഏകദേശം 1.25 കൊല്ലം കഴിഞ്ഞ് ഈ വിഷയം പാർട്ടി ഉന്നയിച്ചതോടുകൂടി പാർട്ടി അപഹാസ്യരാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സിപിഐയുടെ ഈറ്റിലമായിട്ടുള്ള അന്തിക്കാടും സ്ഥാനാർത്ഥിയുടെ സ്വന്തം ബൂത്തിൽ പോലും പാർട്ടി താഴെ പോകുന്ന സാഹചര്യം ഉണ്ടായി. ബിജെപിയെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്നതാണ് ഈ തോൽവിയുടെ യഥാർത്ഥ കാരണമെന്നും പ്രവർത്തകർ പങ്കുവയ്ക്കുന്നു. കോൺഗ്രസ് ഒരു മണ്ഡലത്തിൽ അവിടെ ഒന്നാമതെത്തി, പക്ഷേ LDFന് അതുപോലും സാധിച്ചില്ല. 2 ഇടത്ത് LDF 3-ാം സ്ഥാനത്ത് പോയത് വലിയ നാണക്കേടായെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തുന്നു. അമിത ആത്മവിശ്വാസവും എതിരാളിയെ ചെറുതായി കണ്ടതും വിനയായെന്നും പ്രതിനിധികൾ വിമർശിച്ചു.